കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജുവിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്ന മത്സരത്തിനെതിരെ കേസെടുത്ത് പോലീസ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ആകാശ് തഴയശ്ശേരിക്കെതിരെയാണ് കേസ്. ലിജുവിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നവർക്ക് 10,001 രൂപ വാഗ്ദാനം ചെയ്തായിരുന്നു ഫേസ്ബുക്ക് വഴിയുള്ള പ്രവചന മത്സരം. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, ഇത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ഇട്ട ഒരു പോസ്റ്റാണ്, ഒരു മത്സരമാണ് എന്ന നിലയ്ക്കാണോ പോലീസ് പരിഗണിക്കുന്നത്? നിലവിൽ കായംകുളം പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആകാശിനെതിരെ കേസെടുത്തത്. കഴിഞ്ഞ മാർച്ച് 24-നാണ് കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജുവിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നയാൾക്ക് 11,001 രൂപ പാരിതോഷികം സമ്മാനം എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ക്യാമ്പയിന് എതിരെ നിലവിൽ ഒരു CPM പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് കായംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. FIRൽ പറയുന്നത് ഇങ്ങനെയാണ്: 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഫേസ്ബുക്ക് വഴി ആകാശ് തഴയശ്ശേരി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയത് അത് തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ആ വകുപ്പ് 192, അതായത് ഭാരതീയ നിയമസംഹിത 192 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. നേരത്തെ മലപ്പുറം ജില്ലയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പ്രവചന മത്സരം തെരഞ്ഞെടുപ്പ് കാലത്ത് വിമാന ടിക്കറ്റ് അടക്കം സമ്മാനം നൽകുന്ന രീതിയിലേക്ക് അടക്കം ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിലും പോലീസ് തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നൊരു തെരഞ്ഞെടുപ്പ് കേസ് എന്നതിനപ്പുറത്ത് അതിലെന്ത് കലാപാഹ്വാനമാണ്? കലാപാഹ്വാനമല്ല, കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മനഃപൂർവ്വം ഒരു നവമാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രചരിപ്പിച്ചെന്ന രീതിയിലാണ്. പക്ഷെ അതിന് ഗുരുതരമായിട്ടുള്ള വകുപ്പുകളല്ല. 192 അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. കലാപാഹ്വാനമാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള നിയമം, അതായത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തുന്നതാണ്. പക്ഷെ ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്. പക്ഷെ കൃത്യമായി പോലീസ് എന്താണ് ഉദ്ദേശിച്ചത്, ഇത് രാഷ്ട്രീയമായി തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു എന്നാണ്. പക്ഷേ സമാനമായ രീതിയിൽ നേരത്തെയും കേസുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് കായംകുളം പോലീസ് പറയുന്നത്. മലപ്പുറം ജില്ലയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ സമ്മാനം, അതായത് ആരാണ് വിജയി ഭൂരിപക്ഷം പ്രവചിക്കുന്ന ആൾക്ക് നേരത്തെയും ഇത്തരത്തിൽ സമ്മാനം നൽകുമെന്ന പ്രവചനം നടത്തിയ ക്യാമ്പയിൻ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പലരും പല സംഘടനകളടക്കം ഇത്തരം കാര്യങ്ങളിൽ സമ്മാന തുക നൽകുന്നതാണ്, സമ്മാനം നൽകുന്ന രീതിയിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഇത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ആകാശ് മാർച്ച് 24 നടത്തിയ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ കോൺഗ്രസ് പ്ലാറ്റ്ഫോമുകളിലാകെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കായംകുളത്ത് 4 തവണയായി അത് LDFന്റെ കുത്തകയായ സീറ്റാണ്. അത് 5ാം തവണ ഇപ്പോഴിതാ വലിയ പോരാട്ടം ഉണ്ടാകുന്നു. അവിടെ M. ലിജു UDFന്റെ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി U. പ്രതിഭയുമാണ്. അങ്ങനെ മത്സരം വലിയ രീതിയിൽ കൊടുക്കുന്ന അവസാന ലാപ്പിലാണ് മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. M. ലിജുവിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നവർക്ക് 10,001 രൂപ നൽകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ആകാശ് തഴയശ്ശേരിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. അതായത് UDF ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ പരാതിയും ഉണ്ടായിരിക്കുന്നത്. കലാപത്തിന് കാരണമാകുന്ന തരത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രചാരണം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസുകളടക്കം. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.